ദീപാലങ്കാരങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി. തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന്റെ അവസാന ദിനമാണ് ദീപാവലി എന്ന് അറിയപ്പെടുന്നത്. ഇന്നേക്ക് 5-ാം ദിവസം ദീപാവലിയാണ്. ദീപാവലിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 5 പൗരാണിക കഥകളാണുള്ളത്. അതിൽ ആദ്യത്തേത് ശ്രീരാമന്റെയും അദ്ദേഹത്തിന്റെ രാജ്യമായ അയോധ്യയുടെയും ആനന്ദ നിമിഷങ്ങളാണ്. രാവണനെ വധിച്ച ശേഷം 14 വർഷത്തെ വനവാസം പൂർത്തിയാക്കി ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി അയോധ്യയിലേക്ക് മടങ്ങി വരികയായിരുന്നു. അയോധ്യയിലെ ജനങ്ങൾ അവരുടെ പ്രിയപ്പെട്ട രാജാവിനെ തിരികെ വരവേൽക്കാൻ അത്യന്തം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അവരുടെ പ്രിയ രാമൻ രാത്രിയിൽ തിരിച്ചെത്തുമെന്നറിഞ്ഞപ്പോൾ അവർ അയോധ്യ മുഴുവനും എണ്ണവിളക്കുകൾ തെളിയിച്ചു. ഓരോ വീടും തെരുവും കൊട്ടാരവും അങ്ങാടിയും വെളിച്ചത്താൽ മിന്നിമറഞ്ഞു. അതായിരുന്നു ദീപാവലി എന്ന പേരിന് പിന്നിലുള്ള യഥാർത്ഥ അർത്ഥം. ദീപങ്ങളുടെ ആവലി അഥവാ വിളക്കുകളുടെ നിര. ആ രാത്രി അയോധ്യയെ മുഴുവൻ പ്രകാശം നിറച്ചു. ഇരുട്ടിനെയും വിഷാദത്തെയും അകറ്റി ആനന്ദം പരത്തി. അന്നു മുതൽ ഓരോ വർഷവും ഈ ദിവസം ദീപാവലിയായി ആചരിക്കപ്പെടുന്നു. അതെ, സത്യമാർഗത്തിന്റെ ജയവും പ്രകാശത്തിന്റെ വിജയവുമായ ആഘോഷം. ഇതാണ് ദീപാവലിയുമായി ബന്ധപ്പെട്ട ആദ്യ കഥ. ദീപാവലിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയുമായി നാളെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.